ലോകത്തെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കമ്പനി ഏതാണെന്ന് അറിയാമോ? അത് ആപ്പിളും ഗൂഗിളൊന്നുമല്ല, അതൊക്കെ പണ്ട്. ഇപ്പോ അവരെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് മറ്റൊരാൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്, എൻവിഡിയ. ദിസ് ഈസ് ഡേ 16 ഓഫ് ടെല്ലിംഗ് ബിസിനസ് സ്റ്റോറീസ്. ഇത് ഹെൻസൻ ഹുവാങ്, എൻവിഡിയയുടെ ഫൗണ്ടർ ആൻഡ് CEO ആണ് ഇദ്ദേഹം. ഒന്നോർക്കണം, എൻവിഡിയ ഫൗണ്ട് ചെയ്യുന്നതിന് മുമ്പ് ഇദ്ദേഹം ഡെന്നീസ് റെസ്റ്റോറന്റിലെ വെറും ഒരു പണിക്കാരൻ മാത്രമായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിന് AMD എന്ന സെമി കണ്ടക്ടർ കമ്പനിയിലേക്ക് ജോലി ലഭിച്ചു. അവിടെ വർക്ക് ചെയ്തപ്പോഴാണ് കമ്പ്യൂട്ടറുകളിലെ ഗ്രാഫിക്സ് കാർഡിനെ കുറിച്ചും അതിന്റെ ടെക്നോളജിയെ കുറിച്ചും ഒക്കെ ഒരുപാട് പുതിയ തിരിച്ചറിവുകൾ അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ശേഷം 1993 ഹെൻസൻ ഹുവാങ് 2 ഫ്രഞ്ച് സെറ്റപ്പിൽ എൻവിഡിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് 1993 GeForce 256 എന്ന സിംഗിൾ ചിപ്പ് പ്രൊസസർ ലോഞ്ച് ചെയ്തുകൊണ്ട് എൻവിഡിയ ഗേവ് GPU ടു ദ വേൾഡ്, ആൻഡ് ദാറ്റ് ചേഞ്ച്ഡ് എവറിത്തിങ്. തുടർന്ന് ഓരോ വർഷവും മുന്നത്തേക്കാൾ ഒരു പടി മികച്ചത് എന്ന രീതിയിൽ എൻവിഡിയ പുത്തൻ ഗ്രാഫിക് കാർഡുകളും പല ഇന്നോവേഷൻസും കൊണ്ടുവരാനായിട്ട് തുടങ്ങി. ഇന്നിപ്പോ ടെക് ലോകത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണല്ലോ AI എന്ന് പറയുന്നത്. സത്യം പറഞ്ഞ AI മേഖലയിലും എൻവിഡിയ തന്നെയാണ് രാജാവ്. ChatGPT, ഗൂഗിൾ ബാർഡ് പോലത്തെ ഒട്ടുമിക്ക എല്ലാ ചാറ്റ് ബോട്ടുകൾ, അതുപോലെ തന്നെ മെറ്റാവേഴ്സ്, എന്തിന് ലോകത്തെ ഏറ്റവും വലിയ വെബ് സർവീസ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ആമസോൺ വെബ് സർവീസസ് തുടങ്ങി ഒട്ടുമിക്ക എല്ലാ വെബ്സൈറ്റുകളും തന്നെ പ്രോസസ്സ് ചെയ്യുന്നത് ഒരു എൻവിഡിയ ടെക് ഉപയോഗിച്ചുകൊണ്ടാണ്. ആസ് ഓഫ് November 8 എൻവിഡിയ എന്ന കമ്പനിയുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് $3.62 ട്രില്യൺ ആണ്.